നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുത്തൻ വീണാൽ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ഒരുത്തനെ വീഴുന്നു എന്ന് തോന്നിയാൽ അവനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വായാടിത്തരം പറഞ്ഞാൽ എഴുതിയാൽ അതിനോടൊപ്പം വായ്ത്താളമടിക്കാരായ ഒരുപാട് ആളുകൾ വരും. അർജൻറ്റീനൻ ടീം ആ രാജ്യത്തിൻ്റെ ടീമാണ്. എന്നാൽ ആ രാജ്യത്തെ ഓരോ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന നയങ്ങൾക്കനുസരിച്ച് ആ കളിക്കാരെയോ അല്ലെങ്കിൽ ആ കളിമൈതാനത്തെയോ അല്ലെങ്കിൽ അവർ കളിക്കുന്ന ജേഴ്സിയെയോ അവരുടെ കളിയോടുള്ള സ്പിരിറ്റിനെയോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള വംശീയതയുമായോ ആഗോള പ്രശ്നങ്ങളുമായോ ബന്ധപ്പെടുത്തി ചിത്രീകരിക്കുന്നത് എത്രയോ മോശമായ കാര്യമാണ്. അർജൻറ്റീനിയൻ ഫുട്ബോൾ ടീമാണോ ഗസയെ ആക്രമിക്കാൻ പോയത്? അവരിൽ ആരെങ്കിലും ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറിയോ? ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയം എന്താണോ ആ നയത്തിനകത്താണ് ആ രാജ്യത്തെ കളിക്കാർ അവരുടെ കളിയുമായി മുന്നോട്ട് പോകുന്നത്. അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. കഴിഞ്ഞ ദിവസം തന്നെ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് സാക്ഷാൽ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ കൈപോലും കൊടുക്കാതെ കടന്നുപോയ അർജൻറ്റീനിയൻ കളിക്കാർ അവിടെയുണ്ട്. ഇപ്പോൾ ഈ രാജ്യത്ത് നരേന്ദ്രമോദിജി ഭരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെയോ നയങ്ങളാണോ? ഇനി നാളെ അത് മാറി രാഹുൽ ഗാന്ധി വന്നാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ കളിക്കാരുടെ സ്വഭാവവും രീതിയും മാറുന്ന രീതിയിൽ അതിനെ വിലയിരുത്തേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ തികച്ചും അനാവശ്യവും ദുർബലവും ഒരുതരം ആഗോള ദേശീയ ഞരമ്പ് രോഗവുമാണ്. ഞാനത് പറയാനല്ല വന്നത്. ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ ചില ബുദ്ധിരാക്ഷസന്മാരായ വിശകലന വിദഗ്ധരായ ചില പ്രമാണിമാർ രംഗത്തിറങ്ങി ചില അർത്ഥഗർഭമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ കേട്ട് വായിക്കുന്നവർ ആവേശം കൊള്ളുന്നു. ചോദ്യം എന്താണെന്നറിയാവോ? എന്തുകൊണ്ടാണ് അർജൻറ്റീനിയൻ ടീമിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഇല്ലാത്തത്? കറുത്ത വർഗ്ഗക്കാരനോടുള്ള വംശീയത ത്രസിപ്പിക്കുന്ന തുളുമ്പുന്ന നിലപാടുകൾ കൊണ്ടല്ലേ കറുത്ത വർഗ്ഗക്കാരൻ ഉണ്ടാകാത്തത് എന്നൊക്കെയാണ് ചോദ്യം. അത് വിശദീകരിച്ച പ്രിയപ്പെട്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തനായ നേതാവ്, ഞാൻ അദ്ദേഹത്തിനൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ നമ്മുടെ രാജ്യത്തെ പോലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് കളിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഇന്ന ജാതിക്കാരൻ ഇത്ര ശതമാനം, ഇന്ന ജാതിക്കാരൻ ഇത്ര ശതമാനം, ഇന്ന ജാതിക്കാരൻ ഇത്ര ശതമാനം എന്ന് വെച്ചല്ല തിരഞ്ഞെടുക്കുന്നത്. ഈ പറയുന്ന അവരുടെ കളിയുടെ മികവനുസരിച്ചാണ്. അർജൻറ്റീനിയൻ ടീമിൽ ലോകം മുഴുവൻ കറുത്ത വർഗത്തിനെതിരെയുള്ള പോരാട്ടം നടക്കുന്ന സമയങ്ങളിൽ അലക്സാൻഡ്രോ ഡിലോ സാന്റോസ് എന്ന് പറയുന്ന ഒരു പ്രമുഖനായ കറുത്ത വർഗ്ഗക്കാരനായ ഫുട്ബോളർ, അദ്ദേഹം അർജൻറ്റീനിയൻ ടീമിൽ അംഗമായിരുന്നു. കപ്പടിക്കുന്നതിന് വളരെ അനുപമമായ പങ്ക് വഹിച്ച ആളാണ്. ഇത് 1920കളിലാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? വളരെ കഠിനമായ ഇമിഗ്രേഷൻ അർജൻറ്റീനയിൽ നടന്നു എന്ന് വെച്ചാൽ യൂറോപ്യൻസിൽ ഒരുപാട് ആളുകൾ, സ്പാനിഷ് ആളുകൾ, അതുപോലെ തന്നെ ജർമ്മനി, ഫ്രാൻസ്, ഇവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് ഏതാണ്ട് 98%, 97% ഈ യൂറോപ്പിൽ നിന്ന് വന്ന ഇമിഗ്രൻസിനെ കൊണ്ട് ഈ രാജ്യം നിറഞ്ഞു. അപ്പോഴത്തേക്ക് ആഫ്രോ അർജൻറ്റീനിയൻസ് എന്ന് പറയുന്ന വിഭാഗം 0.4% to 1% ആയി. 0.4% to 1%. ആ 0.4% to 1%ൽ നിന്നാണ് ഒരു പ്രതിഭാധനനായ ആൾ ഉത്ഭവിച്ച് വളർന്ന് ദേശീയ ടീമിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യൻ ടീമിൽ എത്ര ബുദ്ധമതക്കാരനുണ്ട്? അങ്ങനെ ഒരു കണക്കെടുത്തിട്ടുണ്ടോ? ബുദ്ധമതക്കാരനെ അല്ലെങ്കിൽ പാഴ്സിയെ അല്ലെങ്കിൽ ജൂതമത വിശ്വാസിയെ കൊണ്ടുവന്ന് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വെച്ചില്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ മതങ്ങളോടുള്ള അസഹിഷ്ണുത കൊണ്ടാണോ ചെയ്യാത്തത്? അങ്ങനെ വിലയിരുത്തുന്നതിൽ അർത്ഥമുണ്ടോ? യഥാർത്ഥത്തിൽ അത് പറയുമ്പോൾ അർജൻറ്റീനിയൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവിടുത്തെ ഇപ്പോഴത്തെ ഡെമോഗ്രാഫി, ചരിത്രപരമായി അതിനുണ്ടായ വ്യതിയാനം, അവിടെ ഉണ്ടായ ഇമിഗ്രേഷൻ, അവിടെ ഉണ്ടായ യുദ്ധങ്ങൾ, ആ യുദ്ധത്തിൽ യൂറോപ്യൻസായ ആളുകൾ ഈ ആഫ്രോ അർജൻറ്റീനിയൻസ് ആയിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരെന്ന് നമ്മൾ പറയുന്നവരെ കൊന്നൊടുക്കിയ ചരിത്രമൊക്കെ വളരെ ദീർഘനാളായ ഓരോ രാജ്യത്തിൻ്റെയും കോളനിവൽക്കരണത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ്. ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ കളിക്കാരെ തീരുമാനിക്കുമ്പോൾ ആ കളിക്കാരായ ആളുകളുടെ പ്രതിഭാധനത്വത്തിൻ്റെ പേരിൽ വരുന്നു എന്നുള്ളതല്ലാതെ അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരനെ കാണാത്തതുകൊണ്ട് അർജൻറ്റീനയെ മുഴുവൻ കറുത്ത വർഗ്ഗക്കാരെ എല്ലാം അടിച്ചമർത്തിയിരിക്കുന്നതാണ്ട് എന്തോ വലിയ ക്രൂരമായ ഒരു ടീമുമായാണ് മെസ്സിയും സംഘവും വന്നിരിക്കുന്നതെന്നൊക്കെ അങ്ങ് വിലയിരുത്തി തള്ളുന്ന ആളിൻ്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ അതൊരു തള്ളാണ്, സമയം നോക്കി ഒരൊറ്റ തള്ള്. പക്ഷേ അത് കണ്ട് ആവേശം കൊണ്ട് 10,000-കണക്കിന് ആളുകൾ അങ്ങ് ഷെയർ ചെയ്യുക. എന്താ കാര്യം? എന്താ താല്പര്യം? ഒറ്റ താല്പര്യമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ അവസാന ഫൈനൽ നടക്കുമ്പോൾ സ്പെയിൻ ജയിക്കുന്ന ആരവം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അതിൻ്റെ പരിസരങ്ങളിലെല്ലാം, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലിരുന്നാണ് കണ്ടത്, ആരവം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു
അർജൻറ്റീനയാണ് ജയിച്ചതെന്ന്. കാരണം സ്പെയിനിനിവിടെ ആരാധകരില്ലല്ലോ. പക്ഷേ അല്പമൊന്ന് ആലോചിച്ചപ്പോൾ എന്താ മനസ്സിലായത്? അർജൻറ്റീനിയൻ ടീമിനോടൊപ്പം അതിൻ്റെ കൂടെ നിൽക്കുന്ന ആരാധകരേ ഉള്ളൂ. പക്ഷേ അർജൻറ്റീനിയൻ ടീം തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകർ സ്പെയിൻകാരല്ല, മറിച്ച് ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഫ്രാൻസിൻ്റെയും എല്ലാ ആരാധകരും കൂടി ചേർന്ന്, എന്ന് വെച്ചാൽ ഈ ലോകകപ്പിൽ ഈജിപ്തിൻ്റെയും മുഴുവൻ ആരാധകരും കൂടി ചേർന്ന് അർജൻറ്റീനയ്ക്കെതിരാകുക. ആ എതിരാകുന്ന സാഹചര്യം മുതലെടുക്കാനാണ് ഇതുപോലെയുള്ള വാർത്തകൾ പറയുന്നത്. അർജൻറ്റീനയുടെ ചരിത്രത്തിൽ വളരെ രക്തരൂക്ഷിതമായ ഒരുപാട് ലഹളകൾ, യുദ്ധങ്ങൾ, കടന്നുകയറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് 98% ഒരു കമ്മ്യൂണിറ്റിയും 0.4 to 1% മാത്രമുള്ള ആഫ്രോ അർജൻറ്റീനിയൻ ആളുകളിൽ നിന്ന് ഒരു കളിക്കാരൻ ഉണ്ടായില്ല ദേശീയ ടീമിൽ. ചിലപ്പോൾ ക്ലബ് ടീമിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ദേശീയ ടീമിൽ വരെ വരണമെങ്കിൽ ആ 1% അത്രയും എക്സൽ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലേ വരുള്ളൂ. അതേസമയം 98 നിന്നാണ് നമ്മൾ ചാൻസ് ഓഫ് പ്രോബബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി പഠിക്കുമല്ലോ. ആ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഏതാണ്ട് 99%ഉം ഈ പറയുന്ന അതർ കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ യൂറോപ്യൻസിൽ നിന്നോ വരുന്നതിനാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാമുഖ്യമുള്ള. ആ 98% വരുന്ന യൂറോപ്യൻസിൽപ്പെട്ടവരാണ് ബ്യൂണസ് അയേഴ്സിലൊക്കെ ഈ ഗസയ്ക്ക് വേണ്ടിയും ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്കെതിരെയുമൊക്കെ ജാഥ നടത്തിയതും പ്രതിഷേധം നടത്തിയതും ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ജീവൻ പണയം വെച്ചുപോയ യാത്രയിൽ പങ്കാളികളായ ആളുകളൊക്കെ ഉണ്ടായ രാജ്യമാണ് അർജൻറ്റീന. ആ രാജ്യത്തെ നോക്കിയാണ് ഇവിടെ ഇരുന്നൊരു ബുദ്ധിജീവി വിദഗ്ധൻ തള്ളുന്നത്. കറുത്തവർഗ്ഗക്കാരെ ആരെയെങ്കിലും ഇതിൽ കാണുന്നോ? എടാ ഇതെന്തൊരു പാടാന്ന് പറ. ഇങ്ങനെയാണ് അപരാധം പറയുക. അത് അപരാധമാണെന്ന് പരിശോധിക്കാതെ അതിനെ പിന്തുണയ്ക്കുക. എന്തൊരു കഷ്ടമാണിത്, വല്ലാത്ത കഷ്ടം.